വിശുദ്ധിയേറും മോറാനേ ഭാഗ്യവാനേ താതനേ. വൃന്ദത്തിൽ താതനേ ശോഭയേറിയ മോറാനേ. പിതൃവൃന്ദത്തിൽ താതനേ ശോഭയേറിയ മോറാനേ. അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പോയ വഴി തന്നെ ഇറങ്ങി വന്ന് അത് ഏതെങ്കിലും വിതരണം അല്ലെങ്കിൽ അസഹ്യമാകാത്ത രീതിയിൽ ബാബായെ സ്വീകരിക്കത്തക്ക രീതിയിൽ ഇടണം എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു. ഇരുന്നുകൊണ്ട് അതിന് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ബൊക്കയിൽ നൽകേണ്ടതാണ്. ബൊക്കയുടെ ക്രമീകരണം ഓഫീസിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങി ആ അവസരത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മിശിഹാ തന്നുടെ തിരുസഭയെ വിശ്വസ്തതയായി മേയിച്ച അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്നേഹമതിന്റെ ദർപ്പണമേ ത്യാഗത്തിൻ സിംഹാസനമേ. സ്നേഹമതിന്റെ ദർപ്പണമേ ത്യാഗത്തിൻ സിംഹാസനമേ. അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തിയുടെ ത്രോണോസിന്മേൽ ജീവനെ ബലിയായി അർപ്പിച്ച ശാന്തിയുടെ ത്രോണോസിന്മേൽ ജീവനെ ബലിയായി അർപ്പിച്ച അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അന്ത്യോക്യയുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അവസാനമായിട്ടുള്ള ക്രമീകരണം എന്ന് പറയുന്നത് ശ്രേഷ്ഠ ബാബായ തന്നെ ഇവിടെ അടിയാരുടെ ആശ്വാസത്തിൻ ഹേതുവതാകും മോറാനേ. സമൂഹം
സാമൂഹിക പ്രവർത്തകർ വന്നിട്ടുണ്ട്. അതുപോലെ വിവിധ മത സ്ഥാപനങ്ങളുടെ നിർദ്ദേശിക്കപ്പെട്ടവര് അത് ശ്രദ്ധിക്കും. തിരുവേലിമാരുടെ അകത്തോട്ട് കയറ്റിയിടുവാനായിട്ട് രണ്ട് സൈഡ് കൃത്യമായിട്ട് ഓർപ്പിക്കും. ബാബായുടെ വാഹനം ഒഴികെ ഒരു വാഹനവും ഇങ്ങോട്ട് നീ വരണ്ട. ദയവായിട്ട് ഇവിടെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും സ്കൂട്ടറുകൾ എല്ലാം ആക്കണം. ഈ ബാബായുടെ വണ്ടി മാത്രം കബറിടത്തിന്റെ സമീപത്തേക്ക് പോകുന്നതായിരിക്കും. രണ്ട് വണ്ടികൾ നമ്മുടെ ഇടവപത്ര പോലീസിന്റെയും ബാബയുടെയും വണ്ടി, ബാക്കി എല്ലാം ഇവിടെ എവിടെയാന്ന് വെച്ചാൽ സൗകര്യപ്രദമായി പാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ബാബ ഇവിടെ ഇറങ്ങുന്നതും ഇവിടെ വെച്ചാണ് ഇവിടെ ബാബ ഇറങ്ങുന്നതും ഈ വണ്ടി മുമ്പോട്ടങ്ങ് പോകുന്നതുമായിരിക്കും. അതിനുശേഷം ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസിനെ ഇടവപത്രാപോലിത്ത ദിവ്യ ശ്രീ യൂഹാനന്മാർ മിനിത്യോസ് മെത്രാപ്പോലിത്ത തിരുമനസ് കൊണ്ട് കാപ്പയിട്ട് സ്വീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ മഞ്ഞരിക്കര മോർ സ്തെഫാനോസ് കത്തീഡ്രൽ ഇടവകയ്ക്ക് വേണ്ടി അഭിവന്യ തുമ്പോപത്രാസന മെത്രാപ്പോലിത്ത ശ്രേഷ്ഠ ബാബ തിരുമനസിനെ കാപ്പ അണിയിച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശ്രേഷ്ഠ ബാബ തിരുമനസിന് മഞ്ഞരിക്കര മോർ സ്തെഫാനോസ് കത്തീഡ്രൽ ഇടവകയുടെ ട്രസ്റ്റി ഹാരം അണിയിച്ച് ഇപ്പോൾ ബാബയെ മഞ്ഞരിക്കര കുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ട്രസ്റ്റി ഇപ്പോൾ ഹാരം അണിയിച്ച് സെക്രട്ടറിയും ട്രസ്റ്റിയും ചേർന്ന് ഹാരം അണിയിക്കും. ഇപ്പോൾ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ റോയ് സാറ് സൺഡേ സ്കൂളിന് വേണ്ടി ബൊക്കെ നൽകുന്നു. യൂത്ത് അസോസിയേഷന് വേണ്ടി അമ്മു ഇപ്പോൾ ബൊക്കെ നൽകി ബാബയെ സ്വീകരിക്കുന്നു. മർത്തമണി വനിതാ സമാജത്തിന് വേണ്ടി ജെസ്സി രാജു ഇപ്പോൾ ബൊക്കെ നൽകി സ്വീകരിക്കുന്നു. സെന്റ് എലിയാസ് ട്രസ്റ്റിന് വേണ്ടി ഇപ്പോൾ മോനി ഡാനിയൽ ട്രസ്റ്റി ബൊക്കെ നൽകുന്നു. ഇപ്പോൾ സംയുക്ത കുടുംബ യൂണിറ്റിന് വേണ്ടി ഷിബിൻ ഇപ്പോൾ ബൊക്കെ നൽകി സ്വീകരിക്കുന്നു. എല്ലാവരും രണ്ട് ലൈനായിട്ട് മുന്നോട്ട് നീങ്ങി ബാബയെ സ്വീകരിച്ച് കബറിങ്കിലേക്ക് ആനയിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുന്നു.
ശുശ്രൂഷകരാചാര്യരെ ഉയർപ്പേൻ വലിയൊരു നാളെങ്കിൽ അവർ കേൾക്കണമേ മുഖകാന്തി മുറിയോറാകെ മലൈനുവാദാമേ കുടികൾ ഉടഞ്ഞ ഇടതിങ്ങി ബലിപീഠത്തിലേമ്പുണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്കവ ചൂടി പിതാക്കന്മാരെ പ്രഭാഷന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയമുള്ള വാത്സല്യ സഹോദരി സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടാവും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1974 മാർച്ച് മാസം 25-ാം തീയതി ആണ് ഈ അനുഗ്രഹീത ദേവാലയത്തിൽ വെച്ച് ഞാൻ ഓരോ ശമാശിവട്ടം സ്വീകരിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊച്ചുകുപ്പായും തൊപ്പിയും ഒക്കെ എനിക്ക് പട്ടംകുട ശുശ്രൂഷയ്ക്ക് ശേഷം എന്നെ അണിയിച്ചത് നമ്മുടെ അഭ്യുന്നതനായ ബിലിദോസ് തിരുമേനിയുടെ അപ്പൻ തിരുവിളാമയുടെ വല്യച്ഛനാണ്. ഒത്തിരി കൗതുകത്തോടെ ആയിരുന്നു അന്ന് എൻ്റെ കൂടെപ്പെട്ടമേറ്റവരും ഈ ദേശത്ത് അന്നുണ്ടായിരുന്നവരും എല്ലാവരും അത് നോക്കിക്കണ്ടത്. എൻ്റെ മനസ്സിലും മായാതെ നിൽക്കുന്ന ചെറുപ്പമാണെങ്കിലും ബാല്യകാലമാണെങ്കിലും മായാതെ നിൽക്കുന്ന ഒത്തിരി നിമിഷങ്ങളാണ് എൻ്റെ ആരംഭം പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് ആരംഭം കുറിക്കുന്നത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം എന്നെ ദൈവം നടത്തി ഇന്ന് ഈ പരിശുദ്ധ സഭയുടെ ഒരു അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് ഇന്ന് എന്നെ പരിശുദ്ധ സിംഹാസനം വേർതിരിച്ച് നിയോഗിച്ചിരിക്കുന്നു. നിശ്ചയമായിട്ടും പിന്നിട്ട വഴികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിശ്ചയമായിട്ടും മോറാൻ്റെ വലിയ അനുഗ്രഹം ഇവിടെ നിന്നാണ് ഞാൻ വീണ്ടും ഒരു 10 വർഷത്തിന് ശേഷം 84 ഈ ഖബറിൽ വന്ന് പ്രാർത്ഥിച്ചാണ് ഒരു തീരുമാനമെടുക്കുന്നത്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ ഒരു ശമാശൻ വൈദികനാകുന്നതിന് മുമ്പ് ഇറ്റ്സ് ആൻ ഓപ്ഷൻ, രണ്ടാമതൊന്ന് തീരുമാനിക്കും. ഇവിടെ വന്ന് ഒത്തിരി കരഞ്ഞു. അതിനുശേഷം എനിക്ക് കിട്ടിയ മറുപടിയാണ് നീ ഈ വഴി തിരഞ്ഞെടുത്താൽ മതി എന്നുള്ളത്. 84 വീണ്ടും ഒരു മാർച്ച് മാസം 25-ാം തീയതി പുണ്യശ്ലോകനായ പൗലോസ് രണ്ടാമൻ ഭാവത്തിന് വേണ്ടി എനിക്ക് എന്നെ ഒരു ദേറാപ്പട്ടക്കാരനാണ്. അതിനുശേഷം പിന്നീട് 10 വർഷം കഴിഞ്ഞപ്പോൾ മാസം 3 മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മെത്രാപ്പൊലീത്തയായി അഭിഷിക്തനായി വീണ്ടും 2025 മാർച്ച് മാസം 25-ാം തീയതി പരിശുദ്ധ സിംഹാസനം ലെബനോനിലെ പീട്രിയ കരമനയിൽ വെച്ച് മെത്രാപ്പൊലി കത്തോലിക്ക സ്ഥാനത്തേക്ക് അഭിഷിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഖബറും പരിശുദ്ധ മോറാൻ്റെ വലിയ മധ്യസ്ഥതയും അതോടൊപ്പം തന്നെ പരിശുദ്ധനായ കൊച്ചുതിരുമേനിയുടെ വലിയ മധ്യസ്ഥതയും തമ്പുരാനപ്പെട്ട അമ്മയുടെ വലിയ അനുഗ്രഹവുമാണ് ഈ യാത്രയിൽ എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഞാൻ എന്ന് എനിക്ക് പറയാനുള്ളത്. അവിടെ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് പുണ്യശ്ലോകനായ തിരുമേനിയാണ് എന്നിലെ പുരോഹിതനെ തിരിച്ചറിഞ്ഞതും എന്നെ ആ വഴിക്ക് തിരിച്ചുവിട്ടു. അന്ന് 74 മാർച്ച് മാസം 25-ാം തീയതി ഇവിടെ 10-25 പേർക്ക് ശമാശവട്ടം കൊടുത്തു. അത് എൻ്റെ കൂടെ ശമാശനായതോ അച്ഛനായതോ ആണ് നമ്മുടെ ദിവനാസ്യസ് തിരുമേനി, അതുപോലെ തന്നെ കാലം ചെയ്ത മർക്കോസ് മർക്കോസ് തിരുമേനി. അവർ രണ്ടുപേരും അന്ന് പൂർണ്ണ ശമാശനാവുകയോ വൈദ്യനാവുകയോ ചെയ്തിട്ടുണ്ട്. തിരുമേനിക്കുറിച്ചുള്ള അറിയായിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഒരു പുണ്യപ്പെട്ട ഇടമാണ്. ഈ ഇടവും ഒത്തിരി മാറിയിട്ടില്ല, പക്ഷെ നമ്മളൊക്കെ ഒത്തിരി മാറി. നിശ്ചയമായിട്ടും ഈ റംബാശനമൊക്കെ ഒന്നുകൂടെ ഉണ്ട്. ടീച്ചർമാർ പലരുമുണ്ട്. എല്ലാവരും അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വല്യച്ഛനാണ് ഞങ്ങൾ വടക്കൻ മേഖലകളിലൊക്കെ അച്ഛൻ്റെ ഇടവിളാമയുള്ള അച്ഛൻ്റെ പ്രസംഗം എന്ന് കേട്ടാൽ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് എല്ലാവരും വരും. എല്ലാ വർഷവും ഡിസംബർ മാസം അച്ഛൻ്റെ പ്രസംഗമുണ്ടാകും. അതൊക്കെ കേട്ടും ഒക്കെയാണ് ഞങ്ങളുമൊക്കെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ വളരെ
പ്രത്യേക വാത്സല്യം എനിക്ക് അച്ഛൻ പുണ്യശ്ലോകനായ ശൈലനിധിയായ തിരുമേനിയുടെ അച്ഛൻ പ്രത്യേകമായ രീതിയിൽ ഞാൻ ഇപ്പോഴും ഓർമ്മ ഒത്തിരി തമാശ പറയുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ തിരുമേനി അങ്ങനെ തമാശ ഒന്നും പറയാറില്ല. പറയുമ്പോൾ അപ്പൻ്റെ ആ ഒരു ശൈലി തിരുമേനിക്ക് പുസ്തകത്തിലും കിട്ടിയിട്ടില്ല, കുർബാനയിലൊക്കെ കിട്ടിയിട്ടില്ല അത്യാവശ്യമുണ്ട്. പക്ഷേ തമാശ ഒന്നും പറയാറില്ല, ആൾ വളരെ സീരിയസ് ആണ് പറയുന്നത്. പക്ഷേ വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. എല്ലാവരെയും ഓർക്കുന്നു, എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാം, നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും പ്രത്യേക ഒരുക്കങ്ങളൊക്കെ നടത്തി വളരെ ക്വയറ്റായിട്ട് ഈ ഗ്യാതറിങ് ഒരു പ്രാർത്ഥന ഒരു ഗ്യാതറിംഗ് ആയിട്ട് നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് അഭ്യുദയ തിരുമേനിയെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അഭ്യുദയ തിരുമേനിയോടും അതുപോലെ തന്നെ നമ്മുടെ ദേരാധമൻ സ്ഥലത്തുള്ള തിരുമേനി ഓസ്ട്രേലിയയിലാണ് ദേശീയക്കാരുടെ ഔദ്യോഗിക ഓർമ്മപ്പെടുത്തലാണ് തിരുമേനി. പ്രത്യേകം ആബ്സൻസ് അതിൻ്റെ ഭാഷന്മാരും അതുപോലെ തന്നെ ധാരാളം സ്വീകരിച്ചു അറിയിക്കുന്നു. ഇനി മുന്നോട്ട് സ്പർശയുടെ ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുടെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ക്രിസ്മസുമൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ നന്ദി പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി. ദേവാലയത്തോടുള്ള എല്ലാ ദൈവത്തോടും എല്ലാവരോടും ശാസ്ത്രന്മാരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹവും ഗവൺമെന്റിനുള്ള വലിയ കടപ്പാടും അറിയിക്കുന്നു. ഇവിടെ വലിയ പ്രാർത്ഥനയെ ഓർക്കണം. ആ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ബലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സഭയുടെ പ്രാർത്ഥന സഭയ്ക്ക് എപ്പോഴും കൂടുതൽ സഭയുടെ ശുദ്ധവിശ്വാസ സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ ഒരാളെ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യമില്ല. കൂടെയുടെ വിഷയമായിട്ട് നമുക്ക് ശാന്തതയുടെ സംരക്ഷണയിൽ മുന്നോട്ട് പോകുന്ന സാധിക്കും വിശ്വസിക്കുന്നവരിൽ കൂടി എല്ലാവരോടും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മാറിക്കുമോ മെൻപോലം ബാധാമല്ലോലം നിന്നിലുദിച്ചോരേകസുതൻ ഞങ്ങളിലലിമാതൻ പക്കലദേശയണ കേണം സൗമൻ
സൗമൻകാലസ് കുറിയേലായിസോ വരദായകമാകാൻ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട മാറിക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഓയാർ മുഴുവനിലും പരിമളമേകുന്നു ഒഴിയോരാകെ മലയിലുവാതാറേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോട് വർദ്ധിക്കുമവർക്ക് പുഷ്ടികളും പാലിക്കുമോ നിർമൂലം വാദാമുല്ലോലം വൽബീനാമീ ഉന്നേമേലം നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർക്കാം സൗമൻകാലസ് കുറിയേലായിസോ ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ മാറിക്മോ കാക്ഷിച്ചോരു സഹദേർ വാഴാചിറകുകൾ പോ ഉന്നതപദമേറി ഒഴിയോരാകി മലയിലുവാതാറേ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളയും തൻ കോപത്തിൻ വടികളയുമായി ഇപ്പോൾ ശ്രേഷ്ഠ പിതാവ് വാങ്ങിപ്പോയ ഈ ദേവാലയത്തിൻ്റെ സ്ഥാപകൻ സ്കറിയാമൽ പാനശൻ്റെയും അതോടൊപ്പം തന്നെ തിരുമേനി ഇപ്പോൾ ഓർമ്മിപ്പിച്ച ക്ഷമാശപ്പെട്ടം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിച്ച ഇയോ തോമസ് കോർപ്പീസ്കോപ്പ അഭിമന്യ തിരുമേനിയുടെ പിതാവിൻ്റെയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഇലാസ്തിൻ പാത്രികീസ് ബാവയെ മഞ്ഞിനിക്കരയിലേക്ക് സ്വീകരിച്ച് വിളിച്ച് ഇവിടേക്ക് എഴുന്നള്ളുവാൻ കാരണഭൂതനായ കുര്യാക്കോസ് കത്തനാരുടെയും കല്ലറയിൽ ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തും. ആചാര്യന്മാരും മഹിമയ നിന്നയവന്മാരും നിന്നപേക്ഷിക്തോഹം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും മാറിക്കുമോ എന്നോലം വാദാമുല്ലോലം വൽമീനാമീൻ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസീകേണം സൗമൻകാലസ് കുറിയേലായിസോ
ഷാജി മുന്നോട്ടുള്ള ഉപഹാസം കോവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങൾ ശ്രദ്ധിക്കുക. ശ്രേഷ്ഠകാതലികമായി ഇപ്പോൾ വെള്ളിക്കോട് കോട്ടയം പള്ളിയിലേക്ക് നീങ്ങുകയാണ്. ഭദ്രാസന അടിസ്ഥാനത്തിലുള്ളതായ സ്വീകരണം ഏറ്റുവാങ്ങുവാനായി ഇവിടെ എത്തിച്ചേർന്ന് ബാബായെ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അവരുടെ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങണം. ബൈക്കുകൾ ഏറ്റവും മുമ്പിലായും കാറുകൾ അതിന് തൊട്ടുപിറകെയായും സഞ്ചരിക്കേണ്ടതാണ്. കർശനമായി ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം. ബൈക്കുകളിൽ വന്നിരിക്കുന്നവരായ സ്നേഹിതരെ അവർ മുന്നോട്ട് നീക്കണം. കാറുകളിൽ വന്നിരിക്കുന്നവർ സ്നേഹിതരെ വെള്ളിക്കോട് കോട്ടയം പള്ളിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ ബൈക്കുകൾക്ക് പിന്നിലായി ഇവിടെ ഉള്ളവരായ ബഹുമാനപ്പെട്ട വൈദികർ അപ്രകാരം ക്രമീകരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടും നിങ്ങളുടെ സ്നേഹത്തെ പ്രവർത്തിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, വെള്ളിക്കോട് കോട്ടയം പള്ളിയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ദയവായിട്ട് ബാബയുടെ വാഹനത്തിന് മുമ്പായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ഇവിടുന്ന് ഓമല്ലൂർ കുരിശടി, അവിടെ നിന്ന് താഴൂർ കടവ് ആ വഴിയാണ് പോകുന്നത്. ദയവായിട്ട് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ഇരുചക്ര വാഹനങ്ങൾ പന്നിയാലി വഴിയാണ് പോകുന്നത്. ഓമല്ലൂർ കുരിശടി ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിച്ച കണക്കെ ഇരുചക്ര വാഹനങ്ങൾ മുൻപോട്ട് പോവുകയാണ്. മുൻപോട്ട് വരിക. മറ്റ് വാഹനങ്ങളും ഈ വാഹനത്തോടൊപ്പം ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നേഹത്തോടെ ഓർമ്മപ്പെടുന്നു.
വരുന്നു